കട്ടപ്പന അമ്പലക്കവല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ രണ്ടാമത് ശാസ്ത്ര സമീക്ഷ ആരംഭിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് S&S മെഡിക്കൽ ലാബോറട്ടറി, IT ജംഗ്ഷൻ, കട്ടപ്പന. അവർ ബ്രാഞ്ചസ് സ്വാന്തനം ലാബ് അണക്കര, സ്വാന്തനം ലാബ് ചെല്ലാർകോവിൽ. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാമന്ത്രാർച്ചനയും കരിയർ ഗൈഡൻസും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഉതകുന്നതും ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ വ്യക്തിത്വ വികസനം എന്ന നിലയിൽ വളരെ പ്രാധാന്യമേറിയതാണ് ശാസ്ത്ര സമീക്ഷാ സത്രം. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായിരുന്നു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ തിരിതെളിച്ചു. ഈ ശാസ്ത്ര സമീക്ഷ എന്തുകൊണ്ടും ഭക്തജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാകുമെന്നൊരു സംശയമുണ്ട്. നമ്മളുടെ എല്ലാം ഒരു വലിയ പരാജയമാണ്. ദേവാലയ ദർശനം നടത്തുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഒരു ഈശ്വരാനുഗ്രഹം നേടിയെടുക്കുന്നത്? ഒരു ദേവാലയ ദർശനം കൊണ്ട് അതിൻ്റെ അനുഗ്രഹം നമ്മളിലും ഭവനങ്ങളിലും എത്തിച്ചേരണമെങ്കിൽ അത് ഏത് വിധത്തിലാവണം എന്ന അറിവില്ലാതെ പൂർവികർ അതല്ലെങ്കിൽ നമ്മുടെ മുൻകാല മാതാപിതാക്കളുടെ അച്ഛനമ്മമാര്, മുൻകാല വൈദികര്, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു ചെറിയ അറിവ് മാത്രം വെച്ചുകൊണ്ട് ഇന്നും ആ ക്ഷേത്ര ദർശനവും ക്ഷേത്ര വിശ്വാസവും ആരാധനയുമായി മുന്നോട്ട് പോകുന്നവരാണ് നമ്മളെല്ലാവരും. അറിവാണ് ഈശ്വരൻ പറഞ്ഞത് ശ്രീനാരായണ. ഏത് മേഖലയിലായാലും അറിവ് നേടുമ്പോൾ തീർച്ചയായും ഈശ്വരാനുഗ്രഹം നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു കർഷകൻ കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ കൃഷി ഏത് വിധത്തിൽ വിജയിപ്പിക്കണം, എങ്ങനെയാണോ ആ കൃഷി കൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് എന്ന വ്യക്തമായ ഒരു അറിവുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വിജയം കൊയ്യാൻ സാധ്യമാകും, ഇല്ലെങ്കിൽ പരാജയപ്പെടും. അവിടെ വിജയം ഈശ്വരന്റെ രൂപത്തിൽ എത്തിച്ചേരുന്നത് അറിവ് നേടുന്നതുകൊണ്ടാണ്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിനെപ്പറ്റി വ്യക്തമായ അറിവുണ്ട്, ബോധ്യമുണ്ടെങ്കിൽ വിജയം കൈവരിക്കും എന്നതിന്റെ പിന്നിലുള്ള രഹസ്യവും അതിൽ അറിവ് നേടി എന്നുള്ളതും. ഇതുപോലെയാണ് നമ്മളും ക്ഷേത്ര ദർശനവും ഈശ്വരാരാധനയും നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ വ്യക്തമായ അറിവില്ലാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു പക്ഷേ ഒരു ദൈവിക അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം നമ്മൾ എത്തിച്ചേരാറുണ്ട്. ഇപ്പോ ചില വീടുകളിൽ അമ്മമാരെ കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും, വളരെയധികം ആഗ്രഹത്തോടെയാണ്. അതുപോലെയായിരുന്നു ഈശ്വരാവതാരങ്ങളും ആചാര്യന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ
ബ്രഹ്മശാസ്താവിന്റെ ഉൽപ്പത്തിയും ആരാധനാക്രമങ്ങളും താന്ത്രിക ദൃഷ്ടിയിൽ എന്ന വിഷയത്തിൽ ഭാഗവതാചാര്യൻ കന്യാകുമാരി വിമൽ വിജയൻ ക്ലാസ് നയിച്ചു. വിദ്യാഭ്യാസം നേടുന്നവരാണ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? സമുദായ സംഘടനാ നേതാക്കളാണെങ്കിലും ഇവിടെ വൈദികന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉത്തരം സാഹചര്യം ഉത്തരം പറയേണ്ടത് ചിലപ്പോൾ അദ്ദേഹത്തിനോട് ദേഷ്യമൊന്നും എനിക്കതിന് പ്രശ്നമല്ല. ഇവിടെ എനിക്ക് ഓരോരുത്തരും ഉത്തരം പറയേണ്ടത് ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നില്ല? കേരളത്തിൽ ഞാൻ ജനസംഘടനയുടെ മുഖ്യമന്ത്രി പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ സമാഹരണം ഈ ജനുവരി 7-ാം തീയതി പഠിച്ചോട്ടത് അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രം. അപ്പം ഇത് ചേച്ചി എല്ലാ ദിവസവും പേപ്പറും പേനയായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ്. എവറി ഡേ രാവിലെ ചേച്ചി ഫുൾ ടൈം വന്നു. ഞാൻ അന്ന് അവിടെ ഒരു വ്യത്യാസം ഉണ്ടായില്ല. ചേച്ചി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. കാരണം ചേച്ചിക്ക് ജേസിനോട് ഞാൻ നോക്കി പറഞ്ഞു അവിടെ തത്വവിദ്യാപീഠം സ്ഥാപിക്കണം, ഇവിടുത്തെ പഠിപ്പിക്കാൻ ആളില്ല. ഞാൻ മക്കളോട് പറഞ്ഞു അദ്ദേഹത്തിന് പ്രായമില്ല. എല്ലാ സമുദായ നേതാക്കളും പറയുകയാണ് ആളില്ല, ആളുകൾ എഴുന്നേറ്റ് കൊടുത്തു, യങ്സ്റ്റേഴ്സ് വരുന്നില്ല. അതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായ എന്ത് സങ്കേതം നമ്മൾ സമുദായ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ പറയുന്നത് എന്റെ സ്വന്തം ചിന്തയിൽ നിന്നാണ്. എനിക്ക് സംഘടനയുടെ ബലമില്ല, എനിക്ക് തത്വവിദ്യാപീഠത്തിന്റെ ബലമില്ല. ഞാൻ ജനിച്ചത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു വേദഗ്രാമത്തിലായിരുന്നു, പാലക്കാട് കൽപ്പാത്തി ഗ്രാമത്തിൽ. നവംബർ 26 മുതൽ ഡിസംബർ 1 വരെ നടക്കുന്ന ശാസ്ത്ര സമീക്ഷയിൽ സംസ്ഥാന ഇന്റലിജൻസ് ADGP P. വിജയൻ IPS, പാലക്കാട് ശ്രുതി തേനൂർ, കുമരകം MN ഗോപാലൻ തന്ത്രികൾ, ജിതിൻ ഗോപാലൻ തന്ത്രികൾ എന്നിവർ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തും. എല്ലാ ദിവസവും 5 മണി മുതൽ അയ്യപ്പ ഭാഗവത പാരായണവും ഉണ്ടായിരിക്കും. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് AN സാബു, സെക്രട്ടറി PD ബിനു, ക്ഷേത്രം മേൽശാന്തി MS ജഗദീഷ് ശാന്തി, PK ജോഷി, PM സജീന്ദ്രൻ, KV വിശ്വനാഥൻ, MK ശശിധരൻ നായർ, CN രാജപ്പനാചാരി, രാധാമണി സോമൻ, ശ്രീകുമാർ മണി, KK സുശീലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് യെസ് മെഡിക്കൽ ലാബോറട്ടറി ITA ജംഗ്ഷൻ കട്ടപ്പന പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ജനറൽ ഹെൽത്ത് ചെക്കപ്പ്, എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ്, മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് ഫോർ മെൻ ആൻഡ് വുമൺ, ഡയബറ്റിക് ഹെൽത്ത് ചെക്കപ്പ്, ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും 50% മുകളിൽ ഡിസ്കൗണ്ടുകൾ. ഹോം കളക്ഷൻ അവൈലബിൾ. യെസ് മെഡിക്കൽ ലാബോറട്ടറി ITA ജംഗ്ഷൻ കട്ടപ്പന. അവർ ബ്രാഞ്ചസ് സ്വാന്തനം ലാബ് അണക്കര, സ്വാന്തനം ലാബ് ചെല്ലാർകോവിൽ.